1800-കളിൽ ബ്രിട്ടനിൽ യുവാക്കളുടെ ഹരമായി മാറിയ ഒരു പുസ്തകമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ജേർണലിസ്റ്റും പുരോഗമനവാദിയുമായിരുന്ന വില്യം കോബറ്റ് ആയിരുന്നു ആ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ്. അഡ്വൈസ് ടു യങ് മെൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. യുവാക്കളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ പുസ്തകത്തിൽ അദ്ദേഹം തന്റെ അനുഭവം വിവരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ താമസിക്കുന്ന കാലം ജൂലൈ മാസത്തിൽ വലിയ ചൂടായിരുന്നു. രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രാത്രിയിലും പകലിലും ഒരുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ രാത്രികാലങ്ങളിൽ തെരുവു നായ്ക്കളുടെ ബഹളം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് വില്യം കോബറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്ന സ്ഥലത്ത്. തെരുവു നായികളുടെ ബഹളം മൂലം തനിക്കുറങ്ങുവാൻ കഴിയുന്നില്ല എന്ന് പുലമ്പിക്കൊണ്ട് വില്യത്തിന്റെ ഭാര്യ ഉറക്കക്കരയുമായിരുന്നു. ഈ കരച്ചിൽ കേട്ട വില്യം തന്റെ രാത്രികാലത്തെ ഉറക്കം ഉപേക്ഷിച്ച് മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോട് നായ്ക്കുട്ടികളെ തുരത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നായ്ക്കളുടെ ശല്യം കൂടി വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ലായിരുന്നു. അങ്ങനെ പല രാത്രികളിലും തുടർച്ചയായി അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സന്ധ്യ മുതൽ നേരം പുലരുന്നിടം വരെ വില്യം ഭാര്യയ്ക്ക് വേണ്ടി വീടിന് പുറത്ത് മഞ്ഞുകൊണ്ട് നായ്ക്കളെ തുരത്തിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ് വില്യം ഇതെല്ലാം ചെയ്യുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്പസമയം സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രം. രാത്രി മുഴുവനും അദ്ദേഹം തെരുവിൽ പട്ടികളെ ഓടിച്ചുകൊണ്ടിരുന്നു. വില്യം തന്റെ ഭാര്യയെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് തന്റെ സുഖവും സൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം ഭാര്യയുടെ ആരോഗ്യത്തിനും സുഖത്തിനും വേണ്ടി ആത്മാർത്ഥമായി ബുദ്ധിമുട്ടിയത്. വില്യത്തിന് ഭാര്യയെ സ്നേഹമുള്ളതുപോലെ തന്നെ ഭാര്യയ്ക്ക് വില്യത്തോടും അകമഴിഞ്ഞ സ്നേഹമായിരുന്നു. വിവാഹ ജീവിതം പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ജീവിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ മക്കൾക്കായി ജീവിക്കുവാൻ കഴിയൂ. അതുപോലെ ഭർത്താവിന്റെ ബന്ധുക്കൾ തന്റെ ബന്ധുക്കളാണെന്നുള്ള അവബോധം ഭാര്യമാരിൽ ശക്തമാകണം. ഭാര്യയുടെ ആളുകൾ തന്റെ ബന്ധുക്കൾ എന്ന ചിന്ത ഭർത്താവിലും ഉണ്ടാകണം. അപ്പോഴാണ് ബന്ധങ്ങൾ ദൃഢമാകുന്നത്, പൂർണ്ണമായ സന്തോഷത്തിൽ എത്തുന്നത്. ബന്ധുക്കളുടെ ഇടയിൽ അകൽച്ചയും ശത്രുതയും ഉണ്ടാക്കാതിരിക്കുവാൻ രണ്ടാളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്സാര വിഷയങ്ങളെ അങ്ങനെ കാണണം. വില്യം കോബറ്റ് തന്റെ ഗ്രന്ഥത്തിൽ വീണ്ടും പറയുന്നു, ഭൂമിയിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് 2 പേരുകൾ കാണും. എന്നാൽ സ്വർഗരാജ്യത്തിൽ അവർക്ക് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ. ആയതിനാൽ സുവിശേഷകനായ വിശുദ്ധ മത്തായി ഇപ്രകാരം പറയുന്നു, ആദിയിൽ മനുഷ്യൻ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടു, അവർ ഒരു ശരീരമാകുന്നു, 2 അല്ല. ആദാമിൽ നിന്ന് ഹൗവ നിർമ്മിക്കപ്പെട്ടു, ആദത്തെ ദൈവം സൃഷ്ടിച്ചു. വിവാഹ ജീവിതം ദൈവവിളിയുടെ ഭാഗമാണെന്നും സ്വർഗം ഭൂമിയിൽ നിർമ്മിക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച 2 മാലാഖമാരാണ് ഭാര്യാഭർത്താക്കന്മാരെന്നും മരണം വരെ പിരിയാത്തവരായി ജീവിച്ച് ഭൂമിയെ പറുദീസയാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധം 2 പേരിലും ശക്തമാകുമ്പോഴാണ് കുടുംബജീവിതം ഊഷ്മളമാകുന്നത്. പാശ്ചാത്യ ലോകത്ത് പൗരസ്ത്യ ലോകത്തിന്റെ നിറവും രുചിയും പകർന്ന കുടുംബജീവിത സങ്കല്പത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അഡ്വൈസ് ടു യങ് മാൻ എന്ന വില്യം കോബറ്റിന്റെ പുസ്തകം കുടുംബം ഒരു സ്വർഗം എന്ന ശക്തമായ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, ഭൂമിയിലാണ് സ്വർഗം. അത് സ്നേഹം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ കുടുംബത്തിനുള്ളിലാണ്. സൗന്ദര്യമോ പണമോ വിദ്യാഭ്യാസമോ അല്ല അതിൻ്റെ അടിസ്ഥാനം. മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ്, ആത്മാക്കൾ തമ്മിലുള്ള ഇഴുകിച്ചേരലാണ്. അവിടെയാണ് സമ്പൂർണത വിളയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം സ്വർഗതുല്യമായ കുടുംബമായി തീരുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.